ക്യാമറ റോളിംഗ് ആക്ഷൻ. ഇത് കണ്ടിട്ടും തോന്നുന്നു. ഇത് കണ്ടിട്ട് നിനക്ക് നല്ലൊരു നഖമുട്ടി വാങ്ങി തരാൻ തോന്നുന്നുണ്ട്. എന്തോന്നാണ് അതൊക്കെ? ഈ ഫ്രെയിം കണ്ടിട്ടും തോന്നുന്നു. ഫ്രെയിം കണ്ടിട്ട് ഓട്ടക്കൈയുള്ളവനാണ്, 10 പൈസ കടം കൊടുത്താണ്. ശരിയാണോ? തത്ത വീട്ടിലാ പോയി ഇല്ല തത്ത പറയുമ്പോൾ ഞാൻ പറഞ്ഞേനെ. അതെങ്ങനെ തത്ത പറയും പോലെ പറയാം? താനിത് എന്തിനു വന്നുള്ള ഇവിടെ വന്നേ താൻ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ അല്ലേ? നമ്മൾ അടുത്ത പടം എങ്ങനെ വിജയിപ്പിക്കാമെന്ന് പ്ലാൻ ചെയ്യണം. അതെ, അതിന് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാരെ വേണം ഇറക്കാൻ. അങ്ങനത്തെ ഒരാളുണ്ടല്ലോ. ആരാണത്? എന്റെ അമ്മായിമ്മ. എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കാൻ അതല്ലാന്ന് നമ്മുടെ പടം നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞ് വിജയിപ്പിക്കുന്ന ആൾക്കാരെ ഇറക്കണം. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവോ? ഉണ്ടല്ലോ. അതെയോ? ആ വിശ്വരൂപം കണ്ടെത്താ ഞെട്ടരുത്. അവതാർ സിനിമയെ പോലും റിവ്യൂ പറഞ്ഞ് ഫ്ലോപ്പ് ആക്കാൻ കഴിയുള്ള ആ നരച്ചികന്റെ ഇപ്പോഴത്തെ പേര് കോക്കാനെന്ന. അതെയോ? നിനക്ക് അപസ്മാരല്ലേ മോനെ? അപസ്മാരോ? പിന്നെ ഇതെന്റെ വികാരമാണിത്. ഈ വികാരത്തിൽ ഞങ്ങള് പറയുന്ന പേരെ ഭ്രാന്ത് എന്നാണ്. I love the ways I'm cooking. പുള്ളിക്കാർ അറിഞ്ഞിട്ട് വേറെ അതെ, നിങ്ങളുടെ ഈ സിനിമ ഉണ്ടല്ലോ, ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര ലാഗാണ്. എന്ത് പടപാടോ ഇത്? എന്ത് മലങ്കാട്ട് പടപാടോ ഇത്? നിങ്ങളിത് എന്ത് വർത്താനാണ് പറഞ്ഞത്? ഞങ്ങളുടെ സിനിമ ഇറക്കിയിട്ടില്ലല്ലോ. അതെ, അല്ല നിങ്ങൾ എന്തെങ്കിലും ഈ സിനിമ ഇറക്കുമല്ലോ, അപ്പോഴും ഞാൻ ഇതൊക്കെ തന്നെയാണ് പറയാൻ പോണത്. അതെ കോക്കാനെ, ഞങ്ങളുടെ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റിവ്യൂ പറഞ്ഞ പോരെ? 7 ദിവസം കഴിഞ്ഞിട്ട് പറയാൻ ഇത് എന്റെ അച്ചാച്ചന്റെ സഞ്ചാരമല്ല, സിനിമയുടെ റിവ്യൂ ആണ്. എന്റെ പൊന്നു ചേട്ടാ, ഞാനാണ് പടത്തിന്റെ ബലിയാട്. പ്രൊഡ്യൂസർ ഞാനാണ്. എനിക്ക് എങ്ങനെ രക്ഷപ്പെടുത്താനുള്ള വഴി ഉണ്ടോ? നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒറ്റൊരു വഴിയേ ഇല്ല. ഈ സിനിമ ഇവിടെ വെച്ച് നിർത്തണം. എന്നിട്ട് ആ കാശ് കൊണ്ടുപോയി വേറെ ഏതെങ്കിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ പലിശ മേടിച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് രക്ഷപ്പെടാം. എന്നിട്ട് ആ പൈസ കിട്ടാൻ വേണ്ടിട്ട് ആ ബാങ്കിന്റെ ഫ്രണ്ടിൽ നിരാഹാരം എടുക്കണം. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? അയ്യോ വേണ്ട വേണ്ട വേണ്ട, എനിക്ക് സിനിമ ഇറങ്ങിയിട്ട് രക്ഷപ്പെട്ടാൽ മതി. അയാള് രക്ഷപ്പെടില്ല, അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ സിനിമയെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമ്മുടെ സിനിമ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതിലെ നായകൻ ഇടക്കിടക്ക് ഗുമ ഗുമാന്നിങ്ങനെ ചുരുട്ട് പുകച്ച് തള്ളണം. ഈ ഗുമു ഗുമാന്ന് വലിക്കുമ്പോ ശ്വാസകോശ കംപ്ലൈന്റ് ആവൂല്ലേ? കംപ്ലൈന്റ് ആവൂലേ? എവിടുന്ന് കംപ്ലൈന്റ് ആകുന്നു? ഇനി അഥവാ കംപ്ലൈന്റ് ആയെന്നാല് പതുക്കെ ഈ ശ്വാസകോശം പുറത്തേക്ക് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു വെച്ചാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? പിന്നെ ഇതില് വില്ലൻ ഇടക്കിടക്ക് വന്നിട്ട് മനസ്സിലായോ സാറേ എന്നിങ്ങനെ ചോദിച്ചോണ്ടിരിക്കണം. ഇടക്കിടക്ക് മനസ്സിലായും ചോദിക്കണം. ഇവിടെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സിനിമയൊക്കെ പിടിച്ചിട്ട് ഇതിന്റെ കഥ പ്രേക്ഷകർക്ക് മനസ്സിലായില്ല. ഇപ്പൊ നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ലേ? അതെ, നിങ്ങൾ സമയം കളയാതെ വിഷയത്തിലേക്ക് പോകട്ടെ. എനിക്കിത് കഴിഞ്ഞിട്ട് വേറൊരു സിനിമ റിവ്യൂ പറഞ്ഞ് കൊളവാക്കാനുള്ളതാണ്. സമയങ്ങളില്ല, നമുക്ക് സിനിമയിലേക്ക് കിടക്കാം. നമ്മുടെ സിനിമ എന്ന് പറയുന്ന സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ ഡയറക്ഷൻ മാത്രമല്ല, അഭിനയം ഉണ്ടല്ലേ? ഞാനല്ല അഭിനയിക്കുന്നത്. നമ്മുടെ സിനിമയിൽ നായകൻ ഒരു പാറ്റയാണ്. പാറ്റയുടെ പേരാണ് വീരസിംഹ പ്രതാപ്. പിന്നെ നമ്മൾ 18-നും 20-നും വയസ്സിന് പ്രായമുള്ള സുന്ദരികളായ പാറ്റകളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കണം. എന്ത് മണ്ടത്രാണ് ഈ വിളിച്ചുകൊന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കേ? എഴുത്തും അതിനകത്ത് പാറ്റിങ്ങനെ പത്രം വായിക്കും. അല്ലാതെ നമ്മൾ ഈ പാറ്റേനെ എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ അല്ലേ, നമുക്കൊരു ഓഡിഷൻ വെച്ചാ പോരെ? അതൊക്കെ ഭയങ്കര ചെലവല്ലേ? അതെയോ? ഒന്നാമത് ഞാൻ ഈ പടം ചെലവ് ചുരുക്കാനായിട്ട് 4 ഷെഡ്യൂളിലാണ് പ്ലാൻ ചെയ്തത്. 4 ഷെഡ്യൂൾ. നമ്മൾ എത്ര പേര് വരും? നമ്മളാകെ മൊത്തം 10-30 പേരുണ്ടാവും. 30 പേർക്ക് 4 ഷെഡ്യൂൾ. ഇതെങ്ങനെ ശരിയാകും? ബാക്കി 26 പേർക്ക് 6 ഷെഡ്യൂൾ കൊടുക്കും. പ്രത്യേകിച്ച് ഇപ്പൊ മഴക്കാലല്ലേ, ഒരാൾ വന്ന് പറ സാറ് ഷെഡ്യൂൾ വേണം, ഞാൻ ഒന്ന് കൊടുക്കും. അത്ര അത്യാവശ്യമാണെങ്കിൽ ഷെഡ്യൂൾ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു പ്രൊഡ്യൂസർ നിലയ്ക്ക് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. നമ്മളെ നമ്മുടെ സിനിമയിൽ ഡൂപ്പിനെ ഇറക്കണം. ഇനി എന്തിനാണ് ഡൂപ്പിനൊക്കെ? അപ്പൊ അതറിയത്തില്ലേ? ഇല്ല. ഈ നായക നടന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് നമ്മൾ ഡൂപ്പിനെ വെച്ച് ചെയ്യിച്ചിട്ടാണ് ആ സിനിമ വിജയിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ സംവിധായകനും ഡൂപ്പ് ഉണ്ടായിക്കോട്ടെ. അതെന്തിനാണ്? ഇവനെ കൊണ്ട് ഈ സിനിമ സംവിധാനം വിജയിപ്പിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അതെ, നമ്മുടെ സിനിമയിൽ നായികമാരുടെ കട്ടൗട്ട് ഓരോ മുക്കിലും മൂലയിലും വെക്കണം. എന്നിട്ട് നമ്മൾ അതിന്റെ മേലെ കൂടെ പാലഭിഷേകം നടത്തണം. ഈ പാലഭിഷേകം ചെയ്യുമ്പോഴല്ലോ വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ കട്ടൗട്ടിലും നമ്മളൊരു ചുരുങ്ങിയത് 50 ലിറ്റർ പാലെങ്കിലും നമ്മൾ അഭിഷേകം ചെയ്യണം. 50 ലിറ്റർ? നായകനും എന്നെ കാൽസ്യത്തിന് വല്ല കുറവുണ്ടാ? ആളിതൊക്കെ അലമ്പാക്കുന്ന. അതുപോട്ടെ, പ്രമോഷൻ വെറൈറ്റി ഇരിക്കണം. പ്രമോഷൻ വെറൈറ്റി വെച്ച് നമ്മൾ ആകാശദൂത് സിനിമ ഉണ്ടല്ലോ, അത് ഇറങ്ങിയപ്പോ പ്രേക്ഷകർക്ക് കർച്ചീഫ് കൊടുക്കണ്ടേ? മറ്റേ കണ്ണുനീര് തുറക്കാൻ വേണ്ടി. കണ്ണുനീര് തുറക്കുന്ന അങ്ങനെ ഒരു പ്രമോഷൻ ലെവൽ വേണം നമുക്ക് ഈ സിനിമയിലും കീപ്പ് ചെയ്യാൻ. അങ്ങനെയാണ് നമുക്ക് കാര്യം ചെയ്താൽ ഈ സിനിമയ്ക്ക് വരുന്നവർക്ക്
നമുക്ക് ഓരോ പുതപ്പ് വെച്ച് മേടിച്ചു കൊടുത്താലോ? അതപ്പാ ആ. അതിന് എടാ ഏതായാലും നമ്മുടെ സിനിമ കാണാൻ വന്നവര് ബോറടിച്ചിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങത്തേ ഉള്ളു. ഇതാകുമ്പോ ഈ പുതപ്പ് കൊടുക്കണ അവര് പുതച്ചും കൂടി സുഖമായിട്ട് കിടന്ന് ഇറങ്ങിക്കോളൂല്ലേ? ഗൂഗിള് കുറയും. ആ പിന്നെ നമ്മുടെ ഈ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് വേണം കേട്ടോ, അത് നിർബന്ധമാണ്. സെക്കൻഡ് പാർട്ട് എന്തിനാണ്? അപ്പൊ അതറിയത്തില്ലേ? ഇല്ല. ആ ഇപ്പൊ ഫസ്റ്റ് പാർട്ടിനേക്കാളും കൂടുതൽ വിജയിക്കുന്ന ഇപ്പൊ സെക്കൻഡ് പാർട്ട് അല്ലേ? ആ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമ്മുടെ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇറക്കാം. എന്താണ് ഈ പറഞ്ഞത്? അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്ത് ചെയ്യും? നിങ്ങളല്ലേ പറഞ്ഞ ഫസ്റ്റ് പാർട്ട് വിജയിക്കില്ലെന്ന്, പിന്നെ എന്റെ കാശ് കൊണ്ട് കളയേണ്ട കാര്യമില്ലല്ലോ. ഈ സിനിമയിൽ കട്ടു ആക്ഷൻ ഒക്കെ എങ്ങനെയാണ്? ഈ സിനിമയിൽ നല്ല ഏത് സിനിമയിൽ നിന്ന് കട്ടാലും നല്ല ആക്ഷൻ കിട്ടുന്ന അനുഭവം ഉണ്ട് ഇല്ലേ? അതല്ലെന്ന്, നിങ്ങൾ സിനിമ ഏത് പാറ്റേണിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ സിനിമ എന്ന് വെച്ചാൽ ഒരു മണിച്ചിത്രത്താഴ് സിനിമയുടെ പാറ്റേണിലാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ മണിച്ചിത്രത്താഴ് എന്നൊക്കെ പറഞ്ഞാണല്ലോ ഒരുപാട് നെഗറ്റീവ് ഉള്ള ഒരു സിനിമയാണ് ഈ മണിച്ചിത്രത്താഴ്. പക്ഷെ ആ സിനിമ വിജയിക്കാൻ എന്താ കാരണം എന്നറിയാമോ? ഇപ്പോൾ തലവലാജികളാണ് ജനിച്ചിട്ടില്ല, അതന്നെ പ്രധാന കാരണം. അതല്ലെന്ന്, പിന്നെ ആരെന്ത് നല്ല സിനിമ ചെയ്താലും ഞാൻ അപ്പൊ അതിന് നെഗറ്റീവ് പറയും. അതെന്തിനാണ്? അതിന്റെ ജോലിയായി പോയില്ലേ നെഗറ്റീവ് പറയണതാ? ആ ജോലിയാ? ഉദാഹരണത്തിന് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവാ. ആയിക്കോട്ടെ. പക്ഷെ ഡോക്ടർമാർ എന്നോട് ചോദിച്ചാൽ ഞാൻ ഓ നെഗറ്റീവ് എന്ന് പറയുള്ളൂ. എന്തിനിങ്ങനെ നോണ പറയണത്? ഞാൻ കംപ്ലീറ്റ് നെഗറ്റീവ് അല്ലേ? അത് ശരി. ആ. അപ്പൊ ചുരുക്കി പറഞ്ഞാ നല്ലത് കൊടുത്ത നാട്ടുകാർക്ക് വേണ്ട, ഇവനെ പോലത്തെ മണ്ടന്മാർ എന്ത് കൊടുക്കുന്നു നാട്ടുകാർക്ക് അത് മതി. അത് മതി. കൊക്കനെ ഞങ്ങൾ സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? ഓ ഇത് പോരാ കേട്ടാ ഇത്. ഈ സ്കിറ്റ് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത് വിജയിക്കാനായിട്ട് ഇപ്പൊ എന്ത് ചെയ്യും? വിജയിക്കാനായിട്ട് ഇപ്പൊ ഞാൻ നോക്കിട്ട് ഒരു വഴിയുള്ളൂ. പറ, പറ. നിങ്ങൾ രണ്ടാളും കൂടെ എന്റെ കൂടെ കൂടിയിട്ട് ഈ സ്കിറ്റിനെ കുറ്റം പറയാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഈ സ്കിറ്റ് വിജയിച്ചെന്നിരിക്കും. ഞങ്ങൾ കൂടെ കൂടി. പിന്നെ അപ്പൊ കട്ടൊക്കെ നിൽക്കുമല്ല. പിന്നെ? അതെ, ഇവരുടെ ഈ സ്കിറ്റ് ഉണ്ടല്ല 10 പൈസയ്ക്ക് കൊള്ളില്ല. മനസ്സിലായോ സാറേ? Monsters, monsters.